പ്രാർത്ഥനയോടെ ഞങ്ങൾ ആരംഭിക്കുകയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ്. കറണ്ട് പോയതുകൊണ്ട് എന്ത് സംഭവിച്ചു, തേക്കാനൊന്നും പറ്റിയില്ല കറക്റ്റായിട്ട്. അയണിങ് പ്രോസസ്സൊന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ തുടങ്ങാണല്ലേ, സ്റ്റാർട്ട് ചെയ്യല്ലേ. എല്ലാത്തിനും ഒരു മാത്തമാറ്റിക്സ് വേണമല്ലോ, ഇല്ലെങ്കിൽ കൈ ചോരുന്നത് അറിയില്ല. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പെട്രോളിന്റെ റേറ്റ് 110.77 പെർ ലിറ്റർ. ചൂണ്ടിയെത്താറായപ്പോൾ ഒരു ബേക്കറി കയറി. മോർണിംഗ് ഇറങ്ങുമെന്ന് പ്ലാൻ ചെയ്തെങ്കിലും നടന്നില്ല. ഇപ്പോൾ ഈവനിങ് 4:40 ആയി. ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ജമ്മു കാശ്മീർ അല്ല, മാക്സിമം പഞ്ചാബ് വരെ പോകുന്നുള്ളൂ. ജമ്മു കാശ്മീരും ഡൽഹിയൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. ഈ ആലുവ പെരിയാർ ഭാഗത്തൊക്കെ എപ്പോഴും നല്ല ബ്ലോക്കാണ് കേട്ടോ. മാർത്താണ്ഡവർമ്മ പാലം വരെ ബ്ലോക്കായിരിക്കും. ഇത് പ്രസിദ്ധമായിട്ടുള്ള യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് അഥവാ UC കോളേജ്. അവിടുന്ന് ഞങ്ങൾ പറവൂർ ഭാഗത്തേക്കാണ് തിരിഞ്ഞത്. പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് അതെടുത്തു. പിന്നീട് ഞങ്ങൾ അപ്പോളോയിൽ കയറി അത്യാവശ്യം വേണ്ട മെഡിസിൻസ്, സ്കിൻ കെയർ, ക്രീംസ് ഒക്കെ വാങ്ങി. അവിടെ എപ്പോഴും ഒരു ഓഫർ സെക്ഷൻ ഉണ്ട്. ഞങ്ങൾ പോകുന്നത് ഒരു ഡ്രൈ ഏരിയയിലേക്ക് ആയതുകൊണ്ട് നല്ല സൂപ്പർ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പറവൂര്. നല്ല കളർഫുള്ളാണ്. അവിടെ ഈ സുറിയാനി പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഇതൊരു വീടാണോ എന്ന് എനിക്കറിയില്ല. ഇതുപോലുള്ള വീടുകൾ റിട്ടേൺ വന്ന് നോക്കുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഈ പൊട്ടുവെള്ളരി. പിന്നീട് NH-66 പണിയൊക്കെ നടക്കുന്ന ഏരിയാസൊക്കെ നല്ല പൊടിയും ബ്ലോക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂർ റൂം എടുക്കാം എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷെ NH ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ ഇനി മാക്സിമം ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാൾ മുമ്പ് NH വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ വഴി വന്ന് മടുത്തതാണ്. ഇനി ഈ വഴിക്ക് ഞാൻ ഇല്ലെന്നും പറഞ്ഞതാണ്. വർക്ക് കഴിഞ്ഞ് ഇത്ര അടിപൊളിയാക്കിയിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു റൂട്ട് വരുന്നത്. പൊന്നാനിക്ക് ഇനി 64 കിലോമീറ്റേഴ്സ് മാത്രം. ടോൾ പ്ലാസകൾ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. സമക് റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. സമക് എന്ന് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. ഫ്രൈഡ് റൈസും ചപ്പാത്തിയും ചില്ലി ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തു. കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ. ഈ കോഴിക്കോട് 70 കിലോമീറ്റേഴ്സ് മോർ എന്നൊക്കെ അവിടെ ബോർഡിൽ കാണുമ്പോൾ അതുകൂടി ഒന്ന് കവർ ചെയ്യാമെന്ന് തോന്നും.
വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു NH കാണുമ്പോൾ ഒരുപാട് ഹാപ്പി കേട്ടോ. കാരണം എനിക്കൊക്കെ മൈഗ്രെയിൻ നന്നായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവിടുത്തെ സാധാ റോഡുകളിൽ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുമ്പോൾ ഒത്തിരി മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. വോമിറ്റിംഗ് ടെൻഡൻസിയും ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ തമിഴ്നാട്, നോർത്ത് ഇന്ത്യ ഒക്കെ പോകുമ്പോൾ നല്ല റോഡുകൾ കാണുമ്പോൾ അവിടെയൊന്നും എനിക്ക് ഈ പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു NH ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് കണ്ടുകൊണ്ട് എനിക്ക് ഒത്തിരി ഹാപ്പിയായി. എനിക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ റോഡായിട്ട് കിടക്കുന്നുണ്ട്. സ്ക്രീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ NHൽ കയറിയാൽ എക്സിറ്റ്, എൻട്രി അങ്ങനെ ഓരോ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫാസ്റ്റാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആനുവൽ പാസ്സാണ് എടുത്തത്. 200 ടോൾസ് കവർ ചെയ്യാൻ ഒരു വർഷം 3075 രൂപയാണ് കേട്ടോ. എന്ത് സംഭവം? ഇതേതാ ആപ്പ്? ഏതാ? രാജ്യമാർഗ്. രാജ്മാർഗ് ആനുവൽ പാസ്. 1 pass 0 hazard. വാലിഡ് ഫോർ 1 year. 1 payment. ക്രോസിംഗ്സ് അല്ല സോറി 200 ക്രോസിംഗ്സ്, വാലിഡിറ്റി 1 year, 1 time പേയ്മെന്റ് 3075. പണ്ട് എടപ്പാള കൂടുതലും എന്റെ മലപ്പുറത്തേക്ക്, കോഴിക്കോടിലേക്ക് എടപ്പാള് മറ്റേ ചമ്രവട്ടം. നമ്മൾ എക്സിറ്റ് അടിച്ച് വളാഞ്ചേരിയിലാണ് ഇറങ്ങിയത്. വളാഞ്ചേരി സിറ്റിയിലാണ് നമ്മൾ റൂം എടുത്തത്. അവിടെ മുതലുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ.